പാര പണിയുന്നതും ആക്ഷേപിക്കുന്നതും മാത്രമല്ല, അടിസ്ഥാനപരമായി ഒരു ക്രിമിനൽ സ്വഭാവക്കാരി കൂടിയാണിവർ. പണം തട്ടിപ്പ് കേസ് മാത്രമല്ല, സിനിമയിൽ അധികമാർക്കും അറിയാത്ത, എന്നാൽ കോടതിയുമായി ബന്ധപ്പെട്ട പല വക്കീലന്മാർക്കും അറിയാവുന്ന കൽക്കട്ടയിൽ വെച്ച് നടന്ന ഒരു വലിയ സംഭവ കഥയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നടിയെന്ന് അവകാശപ്പെടുന്ന ഈ തള്ള ഒരു ബോൺ ക്രിമിനൽ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞത്. കാര്യസാധ്യത്തിന് വേണ്ടി എന്തുടായ്പും കാണിക്കുന്ന ഒരു മുതുതള്ളയാണിവർ. തള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഈ അവതാരം. ആറാം തമ്പുരാനിലെ മോഹൻലാലിന്റെ ഡയലോഗ് കടമെടുത്താൽ നടിയെന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിപ്പിക്കുന്നതിൽ മനസ്താപമുണ്ട്. ഞാൻ ആ സ്ത്രീയെ കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെ കുറിച്ച് സംസാരിക്കില്ല. അവരെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ ഓട്ടന്നേ. അങ്ങനെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധീകരണം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അമ്മയുടെ വിഷയങ്ങൾ രാജിവെച്ച് പോയാലും ഇന്നലത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞാലും അമ്മയുടെ പ്രശ്നങ്ങൾ ഇവിടെ ഒന്നും തീരാൻ പോകുന്നില്ല. ഇതിൽ രണ്ടാൾക്കാരുടെ വീഡിയോ ആണ് ആദ്യം കാണിച്ചത്. ഒന്ന് ആലപ്പി അഷ്റഫിന്റെ വീഡിയോ, അതുപോലെ തന്നെ ശാന്തിയുള്ള ദിനേശിന്റെ വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരെയാണ് LP നേരത്തെ ഫേസ്ബുക്കിനകത്ത് മംഗളശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് 93 യൂട്യൂബ് ലിങ്കുകളും കുറച്ച് യൂട്യൂബേഴ്സിനെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പരാമർശിച്ചിട്ടുള്ള 2 വ്യക്തികളാണിത്. അപ്പൊ ഈ 2 പേരും അടിച്ച് അണ്ണാക്കിലാണ് കൊടുത്തു. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആലപ്പി അഷ്റഫിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ അത് കാണുന്നതിന് മുമ്പായിട്ട് അൻസിപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ സ്ക്രീനിൽ ഒന്ന് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതയാത്രയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ്. അതിന് വാക്കുകൾ കൊണ്ട് നന്ദി പറയുന്നത് അപൂർണമായിരിക്കും. ഒപ്പം നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എനിക്ക് ലഭിച്ച ഈ സ്ഥാനമാണ് എന്റെ ഏറ്റവും വലിയ പുരസ്കാരം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കാനോ സ്ഥാനങ്ങൾ വഹിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ശക്തവും കരുണയും ആർജവമുള്ള ഒരു പുതിയ യുവനിര ഇതിനായി കടന്നു വരട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹത്തോടെ അൻസിബ ഹസൻ. അൻസിബ ഹസൻ കുറിച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. അപ്പൊ നമ്മുടെ LP മംഗളശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട ശേഷം ദേ വരുന്ന അടുത്തൊരു ഡോസുമായിട്ട് കാണാം. അമ്മയെന്ന പരിശുദ്ധമായ പാലിൽ ഒരു തുള്ളി വിഷം വീണതാണ് ഇതിനെല്ലാം കാരണം. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും കയറി യാതൊരു വിവരവുമില്ലാതെ വാചകക്കസർത്ത് നടത്തുന്ന, കഴുത്തിന് ചുറ്റും നാവുള്ള, നടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരമ്മ സ്ത്രീ സംഘടനയിൽ കടന്നുകൂടിയതാണ് ഈ ഭരണസമിതിയുടെ സർവനാശത്തിന് വഴിവെച്ചത്. ഒരു നടിയെന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ മലയാള സിനിമയിൽ യാതൊരു അടയാളപ്പെടുത്തലുകളും അവർ നടത്തിയിട്ടില്ല. വർഷങ്ങളായി സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും സംവിധായകർ വിളിച്ച് സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ അവസരം കൊടുത്താൽ ആ സംവിധായകനെ പിന്നെ അവരുടെ ശത്രുവായി കാണും. ഇനി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ ആ പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ അവരുടെ ശത്രുവായി മാറും. പിന്നീട് അവരെ കുറിച്ച് ഇല്ലാക്കഥയും പൊല്ലാക്കഥയും കെട്ടുകഥകളും ചമച്ച് അയാളെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അഴിച്ചുവിടും. വാ തുറന്നാൽ ക്ലോസറ്റ് പോലും നാണിച്ചു പോകും. ഈ പറയുന്നതിൽ ആരെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിനകത്ത് പരാമർശിച്ചിട്ടില്ല. പക്ഷെ ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് LP എന്ന് പറയുന്ന ആളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ശ്വേതാ മേനോനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇനി അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന നടി ശ്വേതാ മേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത നടിയാണ്. പാലേരി മാണിക്യവും രതി നിർവേദവും മാത്രം മതിയല്ലോ മലയാള സിനിമയിൽ അവരെ അടയാളപ്പെടുത്താൻ. ഇതുകൂടാതെ എത്രയെത്ര വലിയ ചിത്രങ്ങളുടെ ഭാഗമായി നായികയായും മറ്റ് കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകിയിട്ടുള്ള കഴിവുറ്റ ഒരു കലാകാരിയാണ് അവർ. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു ഡിഗ്നിറ്റി ഉണ്ട്, കുടുംബ മഹിമയുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഒരു നിലവാരവുമില്ലാത്ത മോശം വാക്കുകൾ നമ്മൾ ആരും കേട്ടിട്ടുമില്ല. ഇവിടെ കഴിവും തന്റേടവും വിദ്യാഭ്യാസവും സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിവുള്ള ശ്വേതയ്ക്ക് സംഭവിച്ചത് കൂടെ കൂടിയ ചില വിഷജന്തുക്കളുടെ അഭിപ്രായം ചെവിക്കൊണ്ടതാകാം. അതുപോലെ തന്നെ അൻസിബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൃശ്യമെന്ന ഒരൊറ്റ ചിത്രം മാത്രം മതിയല്ലോ അവരെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്താൻ. സംസാരത്തിൽ മിതത്വവും മാന്യതയും പക്വതയും ഉറപ്പുവരുത്തി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുവാനുള്ള അൻസിബയുടെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടിയാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും സംസാരിക്കുന്നതും ഇടപെടുന്നതും. അമ്മയിലെ മറ്റൊരംഗമായ ഉഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിരീടത്തിലെയും ചെങ്കോലിലെയും സേതുമാധവന്റെ പ്രിയപ്പെട്ട സഹോദരിയെ അനശ്വരയാക്കിയ ആ കഥാപാത്രത്തെ ആർക്കാണ് മറക്കാൻ കഴിയുക? ഉഷ സിനിമയിലും സീരിയലിലും മറ്റ് പ്രോഗ്രാമിലുമൊക്കെ ലൈവായി നിൽക്കുന്ന
നിൽക്കുന്ന വലിയൊരു കലാകാരി തന്നെയാണ്. അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലുമൊക്കെ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളാണ് പൊന്നമ്മ ബാബുവും കാലടി ഓമനയും മായാ വിശ്വനാഥുമൊക്കെ. ഇവരെയൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്നത് നല്ല കഴിവുറ്റ കലാകാരികളായിട്ടാണ്. ഇവരാരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യുന്നവരുമല്ല. ഇനി നീനാക്കുറുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി അനവധി കഥാപാത്രങ്ങൾക്ക് അവർ ജീവൻ പകർന്നിട്ടുണ്ട്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ തുടങ്ങി മമ്മൂട്ടിയുടെ നായികയായി ശ്രീധരന്റെ ഒന്നാം തിരുമുറിവിലും ദിലീപിന്റെ പഞ്ചാബി ഹൗസിലുമൊക്കെ അഭിനയ മികവ് കൊണ്ട് പേരുകേട്ട വ്യക്തിയാണ് നീനാക്കുറുപ്പ്. ഇന്നും അവർ സിനിമയിലും സീരിയലിലുമൊക്കെ സജീവവുമാണ്. തന്നെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തി തെറി അഭിഷേകം നടത്തിയവരോട് പോലും ക്ഷമിച്ച് മാപ്പ് നൽകിയ വ്യക്തിയാണ് നീനാക്കുറുപ്പ്. അതിൽ നിന്ന് തന്നെ അവരുടെ സ്വഭാവ ഗുണവും കുടുംബ മഹിമയും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. ഇവരുടെയൊക്കെ കൂടെ നിന്ന് പണി കൊടുത്ത വിഷവിത്തിനെ തിരിച്ചറിയാതെ പോയതാണ് ഇവർക്ക് പറ്റിയ വലിയ പരാജയം. വാക്കുകൾ കൊണ്ട് പാര പണിയുന്നതും ആക്ഷേപിക്കുന്നതും മാത്രമല്ല, അടിസ്ഥാനപരമായി ഒരു ക്രിമിനൽ സ്വഭാവക്കാരി കൂടിയാണ് ഇവർ. പണം തട്ടിപ്പ് കേസ് മാത്രമല്ല, സിനിമയിൽ അധികമാർക്കും അറിയാത്ത എന്നാൽ കോടതിയുമായി ബന്ധപ്പെട്ട പല വക്കീലന്മാർക്കും അറിയാവുന്ന കൽക്കട്ടയിൽ വെച്ച് നടന്ന ഒരു വലിയ സംഭവ കഥയുണ്ട്. ആ നീണ്ട കഥ പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ തെളിവ് സഹിതം നിങ്ങളുമായി പങ്കുവെക്കാം. അതുകൊണ്ട് കൂടിയാണ് നടിയെന്ന് അവകാശപ്പെടുന്ന ഈ തള്ള ഒരു ബോൺ ക്രിമിനൽ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞത്. കാര്യസാധ്യത്തിന് വേണ്ടി എന്തുടായ്പും കാണിക്കുന്ന ഒരു മുതു തള്ളയാണിവർ. തള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഈ അവതാരം. ആറാം തമ്പുരാനിലെ മോഹൻലാലിന്റെ ഡയലോഗ് കടമെടുത്താൽ നടിയെന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിപ്പിക്കുന്നതിൽ മനസ്താപമുണ്ട്. ഇതിനിടെ അറിയാവുന്ന നാറിയ കളികളെല്ലാം കളിക്കുമെന്നും എനിക്കറിയാം. ഇതൊക്കെ ഇവരുടെ സ്വഭാവ മഹിമ കണ്ടും കേട്ടും പറഞ്ഞു പോയതാണ്. ഇത്രയും വലിയൊരു സംഘടനയെ വിഷവും വർഗീയതയും കള്ളക്കേസിലുമൊക്കെ കുടുക്കി തച്ചുടച്ച് കയ്യിൽ കൊടുത്ത ആ ക്രിമിനൽ ബുദ്ധിയുണ്ടല്ലോ, അതിന്റെ മുന്നിൽ ഒരു ദക്ഷിണ വെച്ച് നമസ്കരിച്ചോട്ടെ. അപ്പോൾ ഇതിനകത്ത് കുറെയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പം നമ്മുടെ പെരുമാറ്റമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടുത്ത നമ്പർ 2, ശാന്തിയുള്ള ദിനേശിന് എന്താണ് പറയാനുള്ളത്? ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഭയങ്കര കഷ്ടമായി. 10 മാസം കൊണ്ട് തന്നെ നശിപ്പിച്ചു. വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് അമ്മയാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അമ്മയിൽ എന്താ പറയുന്നത്? അത് വിചാരിച്ചിരുന്നത് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അമ്മ തകരും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അമ്മയ്ക്ക് തകർച്ച ഉണ്ടാക്കാത്ത രീതിയിൽ ഈ പറഞ്ഞ എന്താ പറയുക, രാജിവെക്കേണ്ടവരൊക്കെ രാജിവെച്ച് പോയതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുമായിരിക്കും. അതേ അമ്മയെക്കുറിച്ച്, അമ്മയുടെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീകളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഭയങ്കര കഷ്ടമായി. 10 മാസം കൊണ്ട് തന്നെ നശിപ്പിച്ചു. തമ്മിൽ യൂണിറ്റി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടി ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവളെ വർഗീയവാദിയാക്കുക, അവളെ ചീത്ത വിളിക്കുക, പിന്നെ സീനിയറായ ഒരു നടിയുണ്ട് നീ ആരടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇടിക്കാൻ കയ്യോങ്ങുക, മുട്ടുകയറ്റുക എന്നൊക്കെ പറയുക, പിന്നെ അവളുടെ അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിക്കുക. ഇതൊന്നും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യേണ്ടതല്ല. അതാണ് പ്രശ്നം. അത് എനിക്കോട് പ്രശ്നങ്ങൾ തീർന്നു തോന്നുന്നു. തീരും, ഇനി കുഴപ്പമില്ല. അത് നന്നായി എന്ന് ഞാൻ പറയും. കാരണം എന്താ പറയുക, ഒരു പക്ഷമില്ലാതെ, ഒരു ന്യായമില്ലാത്ത പക്ഷങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നവരൊക്കെ രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത്. അതും തെറ്റില്ല എന്ന് ഞാൻ പറയും. ഓട്ടന്നേ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധികലശം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. എനിക്ക് ഈ നാട്ടുപ്രദേശത്ത് കാണാൻ അയൽക്കൂട്ടം പോലെ ആയിപ്പോയി. അയൽക്കൂട്ടം ഇങ്ങനെയൊന്നുമല്ല. സ്വയം തൊഴിൽ പോണവരും ഇങ്ങനെയല്ല. ഇത് അതിനേക്കാളും താഴെയാണ്. വെറും തറയാണെന്നേ, വെറും തറ വർത്തമാനങ്ങളിലും. അത് നിങ്ങൾ ആലോചിച്ചു, ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ച് 20 ലക്ഷം രൂപ പറ്റിച്ച് കോടതിയിൽ ശിക്ഷിക്കാറായി, കേസിൻ്റെ വാദത്തിൽ ശിക്ഷിക്കാറായി വരുന്നവൾ പോലും അമ്മയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കാണുന്ന ആരെയും, ഇൻക്ലൂഡിങ് മീ എന്ന് പറയാം, കാരണം എന്നെ അടക്കം അമ്മയുടെ അഡ്രസ്സും പറഞ്ഞ് ചീത്ത വിളിക്കുകയും അതൊക്കെ രാജിവെച്ച് പോയാൽ ആ സംഘടന നന്നാവുന്നേ. കാരണം ഇത് ആണുങ്ങളിരുന്ന സീറ്റല്ലേ. MG സോമനെ പോലെ, ഇന്നസെൻറ്റിനെ പോലെ, മധുസാറിനെ പോലെ, ബാലചന്ദ്ര മേനോനെ പോലെ, സുകുമാരനെ പോലെ എത്രയോ നല്ല മഹത് വ്യക്തികളിരുന്ന പോസ്റ്റ്. അതിൽ നിന്ന് പോകണതാണ് നല്ലത്. ഇതൊക്കെ ഈ ഐറ്റംസുകൾ പോകുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ അതുകൂടെ ഇനിയിപ്പോൾ അമ്മ നന്നാവാൻ സാധ്യതയുണ്ട്. ഈ രമേശ് പിഷാരടി വന്നതോടുകൂടി അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം വരും തോന്നുന്നു? ഒരു മാറ്റവും വരില്ല. ഈ ഭരണമാറ്റം കൊണ്ടൊക്കെ ഉണ്ടാവും എന്നുള്ള. രമേശ് പിഷാരടി എന്ത് അത്ഭുതം കാണിക്കാൻ? അയാൾ അല്ലെങ്കിൽ അമ്മയിൽ മുമ്പ് എന്ത് ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അയാളൊരു MLA ആയി ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണുപിടിയും കാരണം അയാളൊരു MLA ആയി എന്നുള്ളതിനപ്പുറം അതൊക്കെ അയാൾ കാലം തെളിയിക്കണ്ടേ. എന്നാലും അയാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ. അല്ല, അയാളൊരു എന്താ പറയുക, ഇപ്പോൾ അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അയാളാണ്. അപ്പോൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ഭാരിച്ച പണിയുള്ളപ്പോഴും ഇത് കയറി ഏറ്റിട്ടുണ്ട്. അയാൾ വരും ദിവസങ്ങളിൽ തെളിയിക്കട്ടെ
ഈ ഇപ്പോൾ കഴിഞ്ഞ 10 മാസം കൊണ്ട് അമ്മയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കിയിട്ട് അതിൻ്റെ തിരുത്തലുകൾ അയാളിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവും നോക്കും. അയാളും ഗണേശനൊക്കെ ആകുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്ത് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഗണേഷ് കുമാറിന്റെ വരവിനെ പറ്റി എന്താ പറയാനുള്ളത് ശരിക്കും? ഗണേശ് വരാൻ അയാളൊന്നും പോയ ആളല്ലല്ലോ. അയാൾ മന്ത്രി MLA ആയതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരാൻ സമയമുണ്ട് വന്നു. അയാളൊക്കെ നന്നായിട്ട് സംഘടനയെ കൊണ്ടുപോകാൻ പറ്റുന്ന തുടക്കകാലം മുതൽ അമ്മയ്ക്ക് വേണ്ടി നിന്ന ആളല്ലേ. അയാൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ മുതിർന്ന താരങ്ങളൊന്നും ഇതിനെതിരെ പ്രതികരിക്കുകയും ഒന്നും അഭിപ്രായം പറയുകയും ചെയ്തിട്ടില്ല. ലാലേട്ടനടക്കം ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും അതിനുള്ള reason? ലാല് പറയാനുള്ള പറഞ്ഞല്ലോ, ഈ ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷം എന്ത് തീരുമാനം എടുക്കുന്നോ അതിനോടൊപ്പം ഞാൻ നിൽക്കും. അമ്മ എന്ന് പറഞ്ഞ സംഘടന നിലനിൽക്കേണ്ടത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം ഞാൻ കേട്ടെ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ദിലീപിനോ ഒക്കെ അമ്മ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ സാധ്യതയില്ല, ദോഷമല്ലാതെ. അവരുടെ വിലപ്പെട്ട സമയവും അവരുടെ പൈസയൊക്കെ പോകുന്നുള്ളതല്ലാതെ നേരെ മറിച്ച് അവിടുന്ന് കിട്ടുന്ന 5000 രൂപ കയ്യിൽ നിന്ന് കിട്ടും കാത്തിരിക്കുന്ന 10000 രൂപ ഒരു വർഷം മരുന്നിന് കാത്തിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. അവർക്കാണ് അമ്മ. ആ അമ്മയെ തകർക്കരുതെന്ന് മോഹൻലാൽ പറയുമ്പോൾ മോഹൻലാൽ അതിനപ്പുറം എന്ത് പറയാൻ? പറയേണ്ടത് അയാൾ പറഞ്ഞു, ചെയ്യേണ്ടത് അവിടെ ചെയ്തു. കാരണം ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്ന അൻസിബ എന്ന് പറഞ്ഞ കുട്ടിയെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി വിളക്കൊളുത്തിച്ചു. അതിനപ്പുറം അയാൾ എന്ത് മെസ്സേജാണ് തരേണ്ടേ? ഒരു അക്ഷരം പറയണ്ടല്ലോ, പ്രവൃത്തി കാണിച്ചില്ല. അതുകൊണ്ട് അത് നല്ല ഇന്നലെ മോഹൻലാലും കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്ന അതെല്ലാം കളരിയാവൂലേ. മമ്മൂട്ടിയില്ല, സുരേഷ് ഗോപിയില്ല, ആരുമില്ല. അപ്പോൾ മോഹൻലാലെങ്കിലും വന്നല്ലോ, രാവിലെ തൊട്ട് 4 മണി വരെ അയാൾ ഇരുന്നില്ലേ. അപ്പം ഇനി എന്തായാലും പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് നല്ലൊരു കമ്മിറ്റി എല്ലാം രൂപീകരിച്ച് അമ്മ വീണ്ടും പഴയ പോലെ തന്നെ ശക്തിയോടെ തിരിച്ചു വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തു. താങ്ക് യു ഫോർ വാച്ചിങ്.